ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ? 1.18%. ഇപ്പോൾ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ്? 1.18%. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം, മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതികൾ ഏതൊക്കെയാണ്? മലനാടുണ്ട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൻ്റെ മലനാട് പ്രദേശം ഭാഗമായി വരുന്ന മലനിരകൾ ഏതാണ്? അത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മലനാട് പ്രദേശം ഭാഗമായിട്ട് വരുന്ന മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ട മലനിരകളാണ്. കേരളത്തിൻ്റെ കിഴക്കേ അതിരായ പർവ്വതനിര അതാണ് നമ്മുടെ പശ്ചിമഘട്ടം. ഇപ്പോൾ കേരളത്തിൻ്റെ കിഴക്കേ അതിര ഏതാണ്? അത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 554 ആണ്. അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ്. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്. ഇപ്പോൾ കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. അപ്പോൾ കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകൾ എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകൾ എത്രയാണ്? 5 എണ്ണമാണ്. അപ്പോൾ കേരളത്തിൽ കടൽത്തീരം ഉള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 എണ്ണമാണ്. അപ്പോൾ കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ എത്ര എണ്ണമാണ്? അത് 5 എണ്ണമാണ്. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അപ്പോൾ കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല അത് കണ്ണൂരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന ആകെ നദികൾ 44 നദികളാണ്. അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന ആകെ നദികൾ എത്രയാണ്? 44 നദികളാണ്. കേരളത്തിൽ എത്ര നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു? 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കിഴക്കോട്ട് എത്ര എണ്ണം ഒഴുകുന്നു? 3 എണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. 41 എണ്ണം പടിഞ്ഞാറേക്കും 3 എണ്ണം എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ടും ഒഴുകുന്നു. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് പെരിയാറാണ്. എത്ര കിലോമീറ്ററാണ്? 244 കിലോമീറ്ററാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് പെരിയാറാണ്. എത്ര കിലോമീറ്ററാണ്? 244 കിലോമീറ്ററാണ്. എത്ര കിലോമീറ്റർ നമ്മുടെ പെരിയാറിൻ്റെ ദൂരം എന്ന് പറയുമ്പോൾ എത്രയാണ്? 244 കിലോമീറ്ററാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദി അത് പെരിയാറാണ്. അപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പറയുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലയാറ്, ചെറുതോണി, ഇടമലയാറ്, മുതിരപ്പുഴ. അപ്പോൾ പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലപ്പെരിയാറ്, ചെറുതോണി, ഇടമലയാറ്, മുതിരപ്പുഴയാറ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിയിലാണ്? പെരിയാറിലാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന എവിടെയാണ്? അത് പെരിയാറിലാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി അത് പെരിയാറാണ്. അപ്പോൾ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. അപ്പോൾ കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ എത്ര ദൂരം കേരളത്തിലൂടെ ഒഴുകുന്നു? എത്രയാണ് നമ്മുടെ ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന നീളമെന്ന് പറയുന്നത്? 209 കിലോമീറ്ററാണ്. അപ്പോൾ കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്ററാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃശ്ശൂരിലെ പീച്ചിയിലാണ്. അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ്. അപ്പോൾ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്.
ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഏതാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി അത് പമ്പാ നദിയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? പമ്പ നദിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി അത് പമ്പാ നദിയാണ്. അപ്പോൾ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? അത് പമ്പ നദിയാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ഏത് നദിയുടെ തീരത്താണ്? ചാലിയാറിൻ്റെ തീരത്തിലാണ്. അപ്പോൾ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ഏത് നദിയുടെ തീരങ്ങളിലാണ്? ചാലിയാറിൻ്റെ തീരങ്ങളിലാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി അത് ചാലിയാറാണ്. അപ്പോൾ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് ചാലിയാറാണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരിയുടെ പോഷക നദികളാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരിയുടെ പോഷക നദികളാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? വയനാട് ജില്ലയിലെ കബനി നദിയിലാണ്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് എവിടെയാണ്? അത് കബനി നദിയിലാണ്. എവിടെയാണ്? വയനാടാണ്. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? അത് കൊടുങ്ങരപ്പള്ളം പുഴയാണ്. അപ്പോൾ 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? അത് കൊടുങ്ങരപ്പള്ളം പുഴയാണ്. കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേർന്ന ഏത് നദിയിലാണ്? ഭവാനി നദിയിലാണ്. ഇപ്പോൾ കൊടുങ്ങരപ്പള്ളം പുഴയുടെ പുഴ ഒഴുകി എത്തിച്ചേരുന്ന എവിടെയാണ്? അത് ഭവാനി നദിയിലാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അത് മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. എത്ര കിലോമീറ്ററാണ്? 16 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദി അത് നെയ്യാറാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദി ഏതാണ്? അത് നെയ്യാറാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തെ നദി അത് നമ്മൾ പറഞ്ഞു മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൻ്റെ മഞ്ഞ നദി ഏതാണ്? കുറ്റ്യാടി പുഴയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മഞ്ഞ നദി ഏതാണ്? കുറ്റ്യാടി പുഴ. കേരളത്തിലെ വനപ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോന്നിയാണ്. അപ്പോൾ കേരളത്തിലെ വനപ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? അത് കോന്നിയാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയത്താണ്. അപ്പോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എവിടെയാണ്? അത് കോട്ടയത്താണ്. വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. അപ്പോൾ വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല അത് കണ്ണൂരാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ എവിടെയാണുള്ളത്? അത് കണ്ണൂരാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട വ്യക്തി ആരാണ്? അത് കള്ളേൽ പൊക്കുടനാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. നമ്മൾ നെല്ലിക്കാപ്പെട്ടി അല്ലെങ്കിൽ നെല്ലിക്കാപ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നൊക്കെ പറഞ്ഞിരുന്ന കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷിത കേന്ദ്രമാണേത്? നമ്മുടെ പെരിയാർ എന്ന് പറയുന്നത്. നെല്ലിക്കാമ്പെട്ടി ആ ഒരു ചോദ്യം വന്നു. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ഏതാണ്? അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ 2 ഭാഗങ്ങളാണ്? അത് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അപ്പം മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ 2 ഭാഗങ്ങളാണ്? വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. എവിടെയാണത്? അത് പാലക്കാടാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. മരവുമായി ബന്ധപ്പെട്ട് പേരിട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം അത് കൊല്ലം ജില്ലയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഒരു മരവുമായിട്ട് ബന്ധപ്പെട്ട് പേരുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? കൊല്ലം ജില്ലയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതമാണ്. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്?
അത് കണ്ണൂരിലാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം എവിടെയാണ്? അത് കണ്ണൂരിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണത്? അത് മലപ്പുറത്താണ്. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? അത് മലപ്പുറത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എത്രയാണ്? 227.97 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. അതിൻ്റെ വിസ്തീർണം എത്രയാണ്? 227.97 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.